മാള പ്രസ് ക്ലബിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ റിക്കവറി നോട്ടീസ്. ഭരണസമിതി തീരുമാനിച്ചു നൽകിയ 1000 രൂപ മാസ വാടകയ്ക്ക് പകരം 10,000 രൂപ വാടകയും 18% പലിശയും ചേർത്ത് 6 ലക്ഷത്തിൽ പരം രൂപയുടെ റവന്യൂ റിക്കവറി നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കം പകപോക്കലാണെന്നാണ് പ്രസ് ക്ലബിന്റെ വാദം. മാള ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം ഭരണത്തിൽ വന്നാൽ മാള പ്രസ് ക്ലബിന് സ്വന്തമായി ഓഫീസ് സൗകര്യമില്ലാത്തതിനാൽ മാളക്കടവിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഹട്ട് കെട്ടിടത്തിന്റെ മുകളിൽ ഓഫീസ് കെട്ടിടം പണിതു നൽകുമെന്ന് 2015 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അതുപ്രകാരം 2015-2020 കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന CPM പഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വില്ലേജ് ഹട്ടിന് മുകളിൽ പ്രസ് ക്ലബിനായി ഹാളും ഓഫീസ് മുറിയും പണിതു നൽകി. മറ്റു വരുമാനമില്ലാത്ത ചാരിറ്റബിൾ സംഘടനയായ പ്രസ് ക്ലബിന് വാടക പൂർണ്ണമായി ഒഴിവാക്കി നൽകാൻ ഭരണസമിതി താൽപര്യം കാണിച്ചെങ്കിലും സാങ്കേതിക തടസ്സമുള്ളതിനാൽ ഭരണസമിതി തീരുമാനപ്രകാരം 1000 രൂപ നിശ്ചയിച്ച് നൽകുകയും ആഘോഷമായ ഉദ്ഘാടന ചടങ്ങോടെ 2019 മാർച്ചിൽ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ കെട്ടിടത്തിന്റെ താക്കോൽ പ്രസ് ക്ലബിന് കൈമാറി. എന്നാൽ മാള ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനെ സംബന്ധിച്ച് ബൈലോ തയ്യാറാക്കി സർക്കാരിൽ നിന്നും അനുമതി വാങ്ങാത്തതിനാൽ പ്രസ് ക്ലബുമായി വാടക കരാർ ഒപ്പുവെക്കുകയോ 1000 രൂപ വാടക പ്രസ് ക്ലബിൽ നിന്ന് പഞ്ചായത്ത് സ്വീകരിക്കുകയോ ചെയ്തില്ല. 2019 ഒരു കെട്ടിടം വാടകയ്ക്ക് തരികയും 2024 ബൈലോ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ബൈലോ ഞങ്ങൾക്ക് അടുത്ത ദിവസം വന്ന പഞ്ചായത്ത് സെക്രട്ടറി അയച്ച കത്തിൽ പറയുന്നത് ബൈലോ ഇല്ലാത്തതിന്റെ പേരിൽ ഈ 1000 രൂപ നിശ്ചയിച്ച വാടക 1000 രൂപ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. LSCD എഞ്ചിനീയർ കണക്കൂട്ടിയ 10,000 രൂപയോളം വരുന്ന വാടക നിങ്ങൾ അടയ്ക്കണമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെടുന്നത്. ഈ കാര്യങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോടും MLA-യോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടെല്ലാം ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഇവരൊന്നും ഈ വിഷയത്തിൽ ഇതുവരെയും ഇടപെട്ടിട്ടില്ല. ഇപ്പൊ അടുത്ത സമയത്ത് വീണ്ടും ഒരു 5 ലക്ഷത്തിന് മേലെ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും ഒരു കത്ത് തന്നു. ആ കത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തു. കാരണം ഇതേവരെ ഒരു വാടക കരാറിൽ മാള ഗ്രാമപഞ്ചായത്തായിട്ട് പഞ്ചായത്ത് പ്രസ് ക്ലബ് വെച്ചിട്ടില്ല. വെക്കാത്തതിന് കാരണം സെക്രട്ടറി പറയുന്നത് ഇതെല്ലാം തയ്യാറായി വരട്ടെ, ബൈലോയ്ക്ക് അനുവാദം കിട്ടിയിട്ട് അതിന് ശേഷം വെക്കാം. അപ്പൊ ഞങ്ങൾ വാടക കരാറിലേക്ക് തയ്യാറായി ചെല്ലുമ്പോഴും സെക്രട്ടറി സമ്മതിച്ചിട്ടില്ല. കാരണം ഇത് നിയമപരമായി വെക്കണമെങ്കിൽ ബൈലോന് അംഗീകാരം കിട്ടണം. ഈ ബൈലോന് അംഗീകാരം വാങ്ങിക്കേണ്ടത് ആരാണ്? പ്രസ് ക്ലബാണോ അല്ലെങ്കിൽ മാളയിലെ ജനങ്ങളാണോ? ആരാണ് ഈ ബൈലോയ്ക്ക് അംഗീകാരം വാങ്ങിക്കേണ്ടത്? ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട ഒരു കർത്തവ്യം ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാതെ ബൈലോയ്ക്ക് അംഗീകാരം വാങ്ങാതിരിക്കുകയും 1000 രൂപ വാടക നിശ്ചയിച്ച് മാള പ്രസ് ക്ലബിന് കെട്ടിടം തരികയും പിന്നീട് 10,000 അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാം. ബൈലോ തയ്യാറാക്കി സർക്കാരിൽ നിന്നും അനുമതി വാങ്ങി വാടക കൈപ്പറ്റാത്തതിനാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് പഞ്ചായത്ത് ബൈലോ തയ്യാറാക്കി DDP ഓഫീസിൽ സമർപ്പിച്ചതായി അറിയുന്നു. ബൈലോ ഇല്ലാത്തതിനാൽ LSGD എഞ്ചിനീയറുടെ കണക്ക് പ്രകാരമുള്ള 10,000 രൂപ മാസം തോറും അടയ്ക്കണമെന്നാണ് സെക്രട്ടറി നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഭരണസമിതി അംഗീകരിച്ച് നൽകിയ 1000 രൂപ പ്രകാരം 50 മാസക്കാലത്തെ 50,000 അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി അനുവദിച്ചില്ല. പകരം 10,000 രൂപ വാടകയും 18% പലിശയും അടക്കം 6 ലക്ഷത്തിൽ പരം രൂപ അടയ്ക്കാനുള്ള റവന്യൂ റിക്കവറി നോട്ടീസാണ് പ്രസ് ക്ലബിന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വഴി നൽകിയിരിക്കുന്നത്. മീഡിയ ടൈം മാള.